ഇന്നാണ് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി. അതിന് ഗുരുവായൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി 2:45 പുലർച്ചെ 2:45 നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ വന്നു. ഞങ്ങളുടെ തന്നെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ് ഏൽപ്പിച്ചത്. അങ്ങനെ വണ്ടി വന്നു. വണ്ടി ഇതേ തിരിച്ച് വെക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്നൊരു മഴ, എവിടുന്നാ എങ്ങനെയാണെന്നൊന്നും പിടുത്തം കിട്ടാത്ത രീതിയിൽ. അപ്പം മഴ ഒന്ന് ചോരാൻ നിന്നു. അപ്പം ഈ പായുള്ളത് കൊണ്ട് വണ്ടി കുറച്ചും കൂടി ബാക്കോട്ട് വെക്കുകയാണ്. എന്താ വെച്ചാൽ ഫോട്ടോ നനഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ എല്ലാം കൂടിയും നമ്മുടെ ഇതേ വണ്ടിയിലേക്ക് ഫോട്ടോ കയറ്റാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഫോട്ടോ എന്ന് പറയുന്നത് പോകുമ്പം ഭയങ്കര വിഷമമായിട്ട് തോന്നിട്ടോ എനിക്ക്. ഇത്രയും ദിവസം വീട്ടിലുണ്ടായിക്കൊള്ള ഒരു ഫോട്ടോ 2.5-3 മാസത്തിൻ്റെ അടുത്തായി മൂപ്പര് വീട്ടിലായിട്ട്. അത് പോകുമ്പം ചെറിയൊരു വിഷമം എനിക്ക്. പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ കൊണ്ട് കൊടുക്കണ്ടേ. കണ്ണന് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടെ തന്നെ കൊടുക്കണ്ടേ. അങ്ങനെ ദേ അരുണ് വണ്ടിയിലേക്ക് കയറ്റുകയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ ആയിത്തീരുന്ന് ഇങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റുമെന്നും ഈ ഒരു വർഷം തന്നെ അല്ലെ ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിക്ക് തന്നെ ഇത് കൊടുക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേ അല്ല. ഏതായാലും ഈ ഒരു വലിയ ഫോട്ടോ ആയതുകൊണ്ടാട്ടോ ട്രാവലർ വിളിച്ചത്. അല്ലാത്ത ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ കാറിൽ തന്നെയാണ് കൊണ്ടുപോകാറ്. പക്ഷേ ഇത് നമുക്കങ്ങനെ കാറിലൊന്നും കൊണ്ടുപോകാൻ പറ്റിയ വലുപ്പമല്ലല്ലോ. കുറച്ച് ബുദ്ധിമുട്ടായി കയറ്റാൻ. ഇവിടെ എത്തോളം എനിക്ക് ടെൻഷനായിരുന്നു. കാരണം എവിടെയെങ്കിലും ഒരു ഗട്ടറിൽ കുടുങ്ങിയാൽ അതെന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ടെൻഷനായിരുന്നു. ഇതാണ് നമ്മുടെ വണ്ടിയുടെ സാരഥി, സുബിയേട്ടനെ കേട്ടോ. ഞങ്ങളുടെ ഒരു സുഹൃത്താണ്, ഫാമിലി ഫ്രണ്ട് എന്നും കൂടി പറയാം. ദേ നമ്മുടെ കണ്ണൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ. കണ്ണൻ നല്ല ഉഷാറോടുകൂടെ നന്നായിട്ട് വരിഞ്ഞ് മുറുക്കി കെട്ടിയിട്ടൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയത്. ടെൻഷൻ ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷൻ. കൂടെ പോരുന്നത് ഇതേ എൻ്റെ സുമാമയാണ്, അരുണിൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. ഇത് രാധമ്മ, ഇതും അരുണിൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ്. അടുത്തതാണ് നമ്മുടെ കഥാനായിക, മറ്റാരുമല്ല അരുണിൻ്റെ അമ്മ എന്ന് വെച്ചാൽ എൻ്റെ പോറ്റമ്മ. ഇതാണ് അമ്മ. പിന്നെ ഇതേ അരുണും കയറി. അങ്ങനെ നമ്മളെല്ലാവരോടും പോയി. അപ്പോൾ വൈക്കൽ വെച്ചിട്ട് അരുണിൻ്റെ ചെറിയമ്മ ഉണ്ടായിരുന്നു. അപ്പം ചെറിയമ്മനെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത്രയും ആൾക്കാരാണ് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂരേക്ക് പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ചെറിയമ്മ എന്ന് വെച്ചാൽ അരുണിൻ്റെ അമ്മയുടെ അനിയത്തിയാട്ടോ. അങ്ങനെ ഞങ്ങൾ പൊന്നാനി ചായ കുടിക്കാനൊക്കെ ഇറങ്ങിയപ്പം ഞാൻ സീറ്റൊന്ന് മാറിയിരുന്നതാണ്. എനിക്ക് മുമ്പിലിരിക്കണം, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് എന്ത് തന്നെയായാലും ബസ് തന്നെയായാലും മുമ്പിലിരിക്കുമ്പോഴാണ് മറ്റു ഞാൻ വൊമിറ്റ് ചെയ്യും കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അങ്ങനെയൊക്കെ ചായയൊക്കെ കുടിച്ചു കണ്ണനെയും കണ്ട് അങ്ങനെ യാത്രയാവുകയാണ്. ഏതായാലും എന്താ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര വിഷമത്തോടെ എന്ന് തന്നെ പറയാം. കണ്ണൻ ഇട്ട് വിരിഞ്ഞു പോകുന്നൊരു വിഷമം എന്ന് തന്നെ പറയാം. അങ്ങനെ ദേ നമ്മുടെ ഗുരുവായൂരെത്തി. എത്തുന്നതിനനുസരിച്ചൊരു നെഞ്ചത്തൊരു പിടച്ചിലാട്ടോ. കാര്യം നമ്മുടെ കുടുംബത്തിലൊരു മെമ്പറെ പോലെ കണക്കാക്കി നമ്മുടെ സ്വന്തമാക്കി കൊണ്ടുകൊണ്ട് നടന്ന കണ്ണനെ നമ്മളൊരു നിമിഷം അതേ കൊണ്ടു കൊടുക്കുകയാണ്. പാർക്കിങ്ങിലൊക്കെ വണ്ടി വെച്ചു. പാർക്കിങ്ങിൽ വണ്ടി വെച്ചതിന് ശേഷമാണ് നമ്മൾ എടുത്തുകൊണ്ട് പോയി. അങ്ങോട്ട് വണ്ടി വിടുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. വണ്ടിയൊന്നും ആ സൈഡിലേക്കേ വിടുന്നില്ല. അങ്ങനെ അരുൺ ആദ്യം ബാഹുബലി കളിക്കാൻ നോക്കിയതാണ്. ഒറ്റയ്ക്ക് ഓന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഓനെ കൊണ്ട് പറ്റും, ഓൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ ബാഹുബലി പകുതിക്കൽ വെച്ചിട്ട് എന്തേ താഴെ വെച്ചു. കാരണം ഓന അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട്. അപ്പോൾ അവൻ വിചാരിച്ച് അവനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമെന്നുള്ളൊരു രീതിയിലാണ് അവൻ പോയത്. പക്ഷേ കുറച്ച് ദൂരം കഴിഞ്ഞപ്പം അവനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. പിന്നെ സുബിയേട്ടനോട് കൂടി, ഏത് നമ്മുടെ വണ്ടിയുടെ സാരഥി ഉണ്ടല്ലോ, സുബിയേട്ടനോട് കൂടിയിട്ടാണ് പിന്നെ കണ്ണനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മുടെ നടയിൽ കൂടിയ കണ്ണനെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇങ്ങനത്തെ ഒരു മൊമെൻറ്റ് എത്രയോ ദിവസങ്ങളായി മനസ്സിലിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. എത്ര ആൾക്കാരാണ് നമ്മുടെ കണ്ണനെ കാണുമ്പോഴേക്ക് തിരിച്ചറിയുന്നതെന്നറിയോ? എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ആൾക്കാർ പോലും നമ്മുടെ കണ്ണനെ കണ്ടാൽ തിരിച്ചറിയുന്നൊരു രൂപത്തിലേക്കും ഭാവത്തിലേക്കൊക്കെ ആയി മാറുക എന്ന് പറയുന്നുണ്ടല്ലോ. അത് നിസ്സാര സംഭവമൊന്നുമല്ല. ഇങ്ങനെയൊക്കെ ആവുന്നു അല്ലെ, ഇത്രയൊക്കെ വലിയ ഫോട്ടോ വരയ്ക്കും, ഞാൻ ഗുരുവായൂർ ഇങ്ങനെയൊക്കെ കൊണ്ടു കൊടുക്കുന്നൊക്കെ
ഒരിക്കലും ഞാൻ ചിന്തിച്ചതേ ഇല്ല. ഇതൊക്കെ ഒരു സ്വപ്നം പോലെ എന്ന് പറഞ്ഞതുപോലെ. ഞാൻ ഫോട്ടോ കൊണ്ട് വെച്ചപ്പം നമ്മുടെ ബാലാമണി ഗുരുവായൂരുണ്ടല്ലോ, അവരുടെ ഒരു ഫോട്ടോയും ഉണ്ടായി. അവിടെ ഞാൻ ഫോട്ടോ സ്ഥിരം വെക്കുന്നിടത്താട്ടോ വെച്ചത്. പക്ഷെ ആദ്യം എനിക്ക് സങ്കടമായിപ്പോയി, എനിക്ക് ഫോട്ടോ വെക്കാനുള്ള ഒരു സ്ഥലമില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ തൊട്ടപ്പുറത്തേക്ക് വെച്ചു. ഞാൻ വിചാരിച്ചതൊക്കെ എനിക്ക് ഹേറ്റേഴ്സാണ് കൂടുതൽ എന്ന്. നമുക്ക് ഹേറ്റേഴ്സ് മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്നുള്ളത് അത് തിരിച്ചറിയുന്ന ഒരു മൊമെൻറ്റും കൂടിയാണ്. ഞാൻ വിചാരിച്ചു ഇത്രയും വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് എന്നെ ഒത്തിരി പേര് വെറുത്തിട്ടുണ്ടാവും, എനിക്ക് ആരും ഉണ്ടാവില്ല എന്നൊക്കെ കരുതി. പക്ഷേ ഈ ഗുരുവായൂർ നട എന്ന് പറയുന്നതുണ്ടല്ലോ, എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ? സ്വന്തം വീട്ടിൽ പോകുന്നൊരു ഫീലാണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിലൊക്കെ എന്നെ ഇങ്ങനെ കയറ്റാറില്ല. നമ്മുടെ കണ്ണൻ കാരണം എന്നെ പുറത്താക്കി എന്ന് തന്നെ പറയാം. പക്ഷേ ഈ ഗുരുവായൂർ നടയിൽ വരുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് അമ്മമാരും ചേച്ചിമാരും ആങ്ങളമാരും അനിയന്മാരും അങ്ങനെ പിടിച്ച് ഒരുപാട് ആൾക്കാരെയാണ് ഈ കണ്ണൻ്റെ തിരുനടയിൽ എത്തുമ്പോഴേക്ക് എനിക്ക് കിട്ടുക. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വന്നു. കുറേ ചാനലുകാർ, യൂട്യൂബ് ചാനലുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്നെ ആർക്കും ഇഷ്ടമല്ല, എല്ലാവരും എന്നിലുള്ള കുറ്റങ്ങൾ മാത്രമാണ് കാണുന്നത് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അതൊന്നുമല്ല, നമ്മളെ സ്നേഹിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട്, അല്ലെ നമ്മുടെ ലൈഫിലെ ഏറ്റവും നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത്രയും പേരെന്നെ സ്നേഹിക്കാനും ഇത്രയും പേര് തളരരുത്, താങ്ങായിട്ട് ഞാനുണ്ട് എന്ന് പറയാനും എനിക്കുള്ളപ്പം ഞാൻ എന്തിനു സങ്കടപ്പെടുന്നു? പക്ഷേ സങ്കടപ്പെട്ടിട്ടാട്ടോ മരണത്തിന് വരെ കീഴടങ്ങാൻ പുറപ്പെട്ടത്. കാരണം എന്നെ ആരും വിശ്വസിക്കൂല, എനിക്ക് ആരുമില്ല എന്നുള്ള ചെറിയൊരു ചിന്താഗതിയൊക്കെ വന്നു പോയപ്പോൾ ആണ് സത്യത്തിൽ വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയത്. ഇതിൻ്റെ ഉള്ളിൽ കൂടിയ 2-3 ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്ത്, എന്നുവെച്ചാൽ ഫോട്ടോ ഷൂട്ട് പോലെ എടുത്തു കേട്ടോ. അവർക്ക് കണ്ണനെ വെച്ചിട്ട് എനിക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തന്നു. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. കാര്യം എന്താ വെച്ചാൽ ഇനി എൻ്റെ ലൈഫിൽ ഇത്രയും വലിയൊരു ഫോട്ടോ ഞാൻ വരയ്ക്കുമോ എന്നുള്ളത് എനിക്ക് ഒരിക്കലും അറിയില്ല കേട്ടോ. കാര്യം എന്താ വെച്ചാൽ അത് നടക്കും എന്നെനിക്ക് പ്രതീക്ഷയില്ല. കാരണം അത്രയ്ക്ക് റിസ്ക് ഉള്ള ഒരു ഫോട്ടോ ആണ് ഞാനിന്ന് പൂർത്തീകരിച്ച് അവിടെ കൊടുത്തത്. അപ്പോൾ ഇനിയും അതുപോണം റിസ്ക് എടുക്കാൻ എനിക്ക് തയ്യാറാണ്. ഇതുപോണം അമ്പലങ്ങളിലേക്കൊക്കെ. അതാകുമ്പം എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടെങ്കിലും ആരും കുറ്റം പറയാൻ വരൂല. കണ്ണന് വന്ന് പറയില്ലല്ലോ, നീ വരച്ചതിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ട്, അല്ലേ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഇവിടെ കുഴപ്പമാണ് അവിടെ കുഴപ്പമാണ് എന്നൊക്കെ പറയില്ലല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിലാണ് അമ്പലത്തിലേക്ക് വരച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പുറത്തുള്ള ആൾക്കാർക്ക് വരച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയാൻ കാരണം, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 2 ഫോട്ടോക്ക് ഇതേ വലിപ്പമുള്ള 2 ഫോട്ടോക്ക് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊക്കെ നിരസിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. കാര്യം എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ എനിക്ക് അത് പൂർത്തീകരിച്ച് കൊടുക്കുമ്പം ഒരു തൃപ്തി എന്ന് പറഞ്ഞൊരു സാധനം വേണമല്ലോ. പിന്നെ അത് ഈ ചേച്ചി എനിക്കൊരു ഉപദേശം തന്നാട്ടോ. ആ ചേച്ചി വരയ്ക്കുന്ന ചേച്ചിയാണ്. അപ്പം ചേച്ചി കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നു. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് നേരം നിന്നിട്ട് കാല് വേദനിച്ചിട്ട് ഇരുന്നതാണ്. അപ്പം ഞാനൊരു സൈഡിലേക്ക് ഇരുന്ന് കൊടുത്തു. നമ്മുടെ കണ്ണനെ വേണ്ട ആൾക്കാർ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തോട്ടെ എന്ന് കരുതി ബാക്കി അവർക്കങ്ങ് വിട്ടുകൊടുത്തു. അവരുടെയും കൂടി കണ്ണനല്ലേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ചേച്ചിമാരും കുഞ്ഞു വാവന്മാരും കുറേ കണ്ണന്മാരുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. പക്ഷേ എനിക്ക് എല്ലാവരുടെയും വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എടുത്തെടുത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഈ കണ്ണനെ എന്ന് പറയുന്നതിന് കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. ഒരു മനസ്സിനൊരു സന്തോഷവും ഒരു തൃപ്തിയൊക്കെയാണ്. അത് കണ്ണൻ്റെ ഒരു രൂപം കിട്ടിയ ഒരു കുഞ്ഞു വാവയാണെങ്കിൽ പോലും നമ്മൾ അറിയാതെ ചിന്തിച്ചു പോവും, ഇത് ശരിക്കിലുള്ള കണ്ണനല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിച്ചു പോവും. അതേപോലെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതായിരുന്നു ഒരു ചേട്ടൻ. എനിക്ക് ആ ചേട്ടൻ്റെ പേരറിയില്ല. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോട്ടോ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാർ അവിടെ ക്യാമറയായിട്ട് വരും.
അപ്പോൾ അവരൊക്കെ എനിക്ക് ഫോട്ടോ എടുത്തിട്ട് എന്നോട് പറയും ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടാട്ടോ, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ അയച്ചു തരുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എല്ലാവരുടെയും ഇടയിൽ എന്താ പറയുക, ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. ഒരു ഉണ്ണിക്കണ്ണൻ എനിക്കിതേപോലെ കിട്ടി. എന്ത് രസമാണ് നോക്കിയാൽ, എന്ത് രസമാണ് കണ്ണനെ കാണാൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കണ്ണൻ്റെ വേഷം കെട്ടുന്ന അത് വാവയായി ഫോട്ടോ ആയി എന്ത് തന്നെയാണെങ്കിലും എന്തൊരു ഭംഗിയാണെന്നറിയോ ഈ കണ്ണന്മാരെ കാണാൻ. അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഒരു മനസ്സിനൊരു കുളിർമയോ സന്തോഷമോ ഏതാണെന്നറിയില്ല. ആ കുഞ്ഞുവാവോ എങ്ങനെ നോക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം കണ്ണൻ്റെ പുറകിലുള്ള ഓറയുടെ കളറ് കണ്ടിട്ട് അതിലേക്ക് തന്നെയാണ് വാവയുടെ ശ്രദ്ധ. ഇതെന്ന് വെച്ചാൽ എന്നോട് മുമ്പ് ഫോട്ടോ മേടിച്ച ആൾക്കാരാട്ടോ. അപ്പോൾ അവർക്കൊരു ഫോട്ടോ കൂടിയും വേണമെന്ന് പറഞ്ഞിട്ട് അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ എൻ്റെ ഗുരുവായൂരുള്ള ഒറ്റെടുത്തൊരു സുഹൃത്ത് എന്ന് പറയാം, വിനുചേട്ടനാണ് എന്നെ സുന്ദരിയാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാറ്. കാരണം വിനുചേട്ടൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. വിനുചേട്ടൻ്റെ ഓരോ ഫോട്ടോയിലും ഞാൻ അതിമനോഹരമായിട്ടാണ് ഉണ്ടാവാറ്. അത് വിനുചേട്ടൻ്റെ കഴിവാണോ അല്ലേ ക്യാമറയുടെ കഴിവാണോ അല്ലേ എൻ്റെ സൗന്ദര്യമാണോ എന്നുള്ളത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ കണ്ണനെ സമർപ്പിച്ചു കേട്ടോ. സത്യമായിട്ട് ഞാൻ കരഞ്ഞു പോയി. എന്തോ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെ ഇട്ടേച്ച് പോയൊരു ഫീലായിരുന്നു എനിക്കപ്പോൾ തോന്നിയത്. വല്ലാത്ത വിഷമമായിപ്പോയി.